നിയമത്തില് ഇമോഷൻസിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇമോഷൻസിന് വിലയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു ചൈൽഡ് കസ്റ്റഡി മാറ്റേഴ്സ്, പിള്ളേരുടെ കാര്യങ്ങൾ വരുമ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ നമ്മുടെ കോടതി അസസ് ചെയ്യുന്നത് ഓൺ മൾട്ടിപ്പിൾ ഗ്രൗണ്ട്സ് ആണ്. ഒന്ന്, ഏത് പാരന്റിന് കൊടുക്കണം എന്നുള്ളതാണല്ലോ അവിടുത്തെ അതെ, ക്വസ്റ്റ്യൻ. അതെ, തീർച്ചയായും. അപ്പം ലെറ്റ്സ് സേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ തമ്മിൽ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വൈഫ് സ്വമേധയാൽ മാട്രിമോണിയൽ ഹോമിൽ നിന്ന്, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നോ അവർ ഒന്നിച്ച് മാറി താമസിക്കുന്ന വീട്ടിൽ നിന്ന്, ദാറ്റ്സ് കോൾഡ് മാട്രിമോണിയൽ ഹോം, അവിടെ നിന്ന് പുള്ളിക്കാരി ഇറങ്ങി പോയി എന്നിരിക്കട്ടെ. ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് കാരണം ഹസ്ബൻഡ് അടിച്ചിറക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ. നാച്ചുറലി പിള്ളേരെ കൊണ്ടായിരിക്കുമല്ലോ അമ്മമാർ പോവുക. മെജോറിറ്റി കേസിൽ അങ്ങനെയാണ് കാണുന്നത്. വളരെ റെയർ കേസസിലാണ് പിള്ളേരെ അവിടെ നിർത്തിയിട്ട് അമ്മമാർ പോകുന്നത്. അപ്പോൾ പിള്ളേരെയും കൊണ്ടുപോകുന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മദേഴ്സ് ബിക്കം ദി കസ്റ്റോഡിയൻ പേരൻറ്റ് ബൈ ഡീഫോൾട്ട്. ഇപ്പോൾ 2 പിള്ളേരുണ്ടെങ്കിൽ ഒരു കൊച്ചാണെന്ന് വെച്ചാൽ അവരെയും കൊണ്ടുപോകുമ്പോഴത്തേക്കും ബൈ ഡീഫോൾട്ട് അവർ കസ്റ്റോഡിയൻ പേരൻ്റ് ആയിക്കോയി. അപ്പോൾ കോടതിയിലേക്ക് വരുമ്പോൾ നാച്ചുറലി നമ്മൾ കൂടുതലും കാണുന്നത് കുട്ടികളെ കിട്ടാനുള്ള കേസ്, അതിനെ പറയുന്ന ഗാർഡിയൻ ആൻഡ് വാർഡ്സ് OP എന്നാണ്. ഇത് ഫയൽ ചെയ്യുന്നത് മെജോറിറ്റി കേസുകളിലും ഫാദേഴ്സാണ്. ഓക്കെ, ഫാദേഴ്സിനെ ഫയൽ ചെയ്യുമ്പോൾ കാരണം അമ്മമാരിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിള്ളേരായിട്ട് പിന്നെ യാതൊരു കണക്ഷനും അപ്പനില്ല. അബ്സല്യൂട്ട്ലി നോ കണക്ഷൻ. ലെറ്റ്സ് അസ്യൂം ദ ചൈൽഡ് ഇസ് ഓൺലി 3 or 4 years. ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ GOP ഈ ഗാർഡിയൻ ആൻഡ് വാർഡ്സിൻ്റെ കേസൊക്കെ കോടതിയിൽ വരുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു 2 കൊല്ലം പിള്ളേർ കാണാതെ അപ്പനെ കാണാതെ ഇരിക്കുമ്പോഴത്തേക്കും പിള്ളേരങ്ങ് മറന്നു പോവില്ലേ? ദേ കം ടു എ സിറ്റുവേഷൻ വെയർ they can't even identify or recognize their own biological father, and that's very sad. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് പല ഫാമിലി കോർട്ടിലും പേരൻസ് തമ്മിലടിച്ച് പിള്ളേരെ വെച്ച് വില വീശുക. ഇത് കൂടുതലും ലൂസിങ് സൈഡിൽ ഞാൻ കാണുന്നത് ഫാദേഴ്സിനെയാണ്. ഓക്കെ, ചില കേസുകളിൽ അമ്മമാരുടെ കൂടെ പോകുന്ന പിള്ളേർ ഡ്യൂ ടു എക്സ് നമ്പർ ഓഫ് റീസൺസ് അമ്മമാർ കൊണ്ടുപോകുന്നതെന്നിരിക്കട്ടെ, ഇവർ തമ്മിലുള്ള പല കോൺഫ്ലിക്റ്റ് കാരണം നാച്ചുറലി ദിസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് ഗോയിങ് ത്രൂ എൻ ഇമോഷണൽ ടെർമോയിൽ, ദാറ്റ് ഇസ് അൺഡിസ്പ്യൂട്ടഡ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പിള്ളേരെ ട്യൂട്ടർ ചെയ്യാൻ തുടങ്ങും. അതെ, 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 ഒരാളുടെ സൈഡിലേക്ക് ആക്കാൻ തുടങ്ങും അല്ലേ? അപ്പൻ കൊള്ളൂല, അപ്പന് വേറെ ബന്ധമുണ്ട്, അപ്പനെ അടിക്കും, ഇപ്പം കൊച്ചു പിള്ളേരെന്നെ അടിക്കും, ഉപദ്രവിക്കും, നമ്മളെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ട്യൂട്ടർ ചെയ്യുമ്പോഴത്തേക്കും കൊച്ചു കൊച്ചുങ്ങളല്ലേ നാച്ചുറലി അവർ ഈ കേട്ട് പഠിക്കുന്ന നമ്മൾ 10 തവണ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും നമുക്കത് സത്യമായി. ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്, നമുക്കും നമ്മുടെ മനസ്സിൽ അതങ്ങ് കയറും. പിള്ളേരെ അതങ്ങ് പഠിപ്പിച്ചങ്ങ് കൊണ്ടുവരും. ഓക്കെ, ഐ ഹാഡ് സിമിലർ കേസസ് ലൈക്ക് എൻ നമ്പർ ഓഫ് കേസസ്. പിള്ളേരെ അമ്മമാർ ട്യൂട്ടർ ചെയ്ത് കൊണ്ടുവരും. അപ്പനെ കോടതി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ഈവൻ ഗിവ് എൻ ഐ കോണ്ടാക്ട്, ആൻഡ് ദാറ്റ്സ് വെരി സാഡ്.